സൽബുദ്ധിയുള്ള ഒരു രാഷ്ട്രത്തെ പോലെ പെരുമാറുന്ന അവസ്ഥയിലേക്ക് നാം തിരിച്ചു പോയില്ലെങ്കിൽ പഴയ ദക്ഷിണാഫ്രിക്കയെ പോലെ ഇസ്രായേൽ ഒറ്റപ്പെടാൻ പോകുകയാണ്. സ്വബോധമുള്ള ഒരു രാജ്യം സാധാരണക്കാരോട് യുദ്ധം ചെയ്യില്ല. ഒരു ഹോബിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുകയോ ഒരു ജനതയെ പുറത്താക്കുക എന്ന ലക്ഷ്യം കൊണ്ടു നടക്കുകയോ ചെയ്യുന്നില്ല. ഇസ്രായേലിന്റെ പ്രതിപക്ഷ പാർട്ടി നേതാവ് യൈർ ഗലാന്റെ വാക്കുകളാണിത്. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി അതിക്രൂരമായ പ്രവർത്തികൾ തുടരുന്നതിനിടയിലാണ് യൈർ ഗലാന്റെ ഈ വാക്കുകൾ. ലോകരാജ്യങ്ങൾ ഒന്നാകെ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുമ്പോഴും പാലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഗസയിലെ പ്രാദേശിക ആരോഗ്യ അധികൃതർ പറഞ്ഞതുപ്രകാരം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ചൊവ്വാഴ്ച മാത്രം കുറഞ്ഞത് 50ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ നിർത്തിവെക്കാനും ഗസയിലേക്ക് സഹായം തടസ്സമില്ലാതെ അനുവദിക്കാനുമുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം തുടർച്ചയായി വരുമ്പോഴും ഇസ്രായേൽ ബോംബാക്രമണം തുടരുകയാണ്. ഗസയിൽ ഇസ്രായേൽ ഒരു പുതിയ സൈനിക നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നത്. പാലസ്തീൻ ജനതയ്ക്കൊപ്പം തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഇസ്രായേൽ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെടുകയാണ്. ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ 5 പാലസ്തീൻ മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ വംശഹത്യ ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകരുടെ എണ്ണം 222 ആയിരിക്കുന്നു. അബ്ദുൾ റഹ്മാൻ അൽ അബ്ദലെ, അസീസ് അൽ ഹജ്ജാർ, അഹമ്മദ് അൽ സിനാത്തി, നൂർ ഖാൻദിൽ, ഖാലിദ് അബു സെയ്ഫ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പാലസ്തീൻ പത്രപ്രവർത്തക സംരക്ഷണ കേന്ദ്രമായ PJPCയുടെ പ്രസ്താവനയിൽ മെയ് മാസത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത് പത്രപ്രവർത്തകരുടെ ശവക്കുഴി എന്നാണ്. കൂടാതെ ഇസ്രായേൽ അധിനിവേശം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും PJPC പറഞ്ഞു. ഇസ്രായേലിനെതിരെ പാലസ്തീനിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാനും ലോകത്തിന് മുന്നിലേക്ക് സത്യം എത്തുന്നത് തടയാനും വേണ്ടിയാണ് ഇസ്രായേൽ മാധ്യമ പ്രവർത്തകരെ ആസൂത്രിതമായി ലക്ഷ്യമിടുന്നതെന്നും PJPC ആരോപിച്ചു. ഇതിനു മുമ്പ് മെയ് 13 ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ പത്രപ്രവർത്തകൻ ഹസൻ ഇസ്ലായെയും ഇസ്രായേലിന്റെ അധിനിവേശ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. സൈനിക നടപടി കൂടുതൽ ശക്തമാക്കിയ ഇസ്രായേൽ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 500-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധ നടപടികൾക്കെതിരെ നിലവിൽ ലോകരാജ്യങ്ങൾ ഒന്നാകെ തിരിഞ്ഞിരിക്കുകയാണ്. ഗസയിലെ സൈനിക നടപടികളും സഹായത്തിനുള്ള നിയന്ത്രണങ്ങളും നീക്കിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ കണക്കനുസരിച്ച് ഗസയിൽ 5-ൽ-1 പട്ടിണി കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. 5 വയസ്സിന് താഴെയുള്ള ഏകദേശം 71,000 കുട്ടികളാണ് കടുത്ത പോഷകാഹാര കുറവിന്റെ ഭീഷണിയിൽ കഴിയുന്നത്. എന്നാൽ ഇതൊന്നും ഇസ്രായേൽ വകവെക്കുന്നില്ല എന്നതാണ് ഇസ്രായേലിന്റെ മുൻ പാർലമെന്റ് അംഗമായ മോശെ ഫെയ്ഗ്ലിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. മോശെ ഫെയ്ഗ്ലിന്റെ വാക്കുകൾ ഇതാണ്: ഞങ്ങളുടെ ശത്രു ഹമാസ് അല്ല, ഹമാസിന്റെ സൈനികരുമല്ല. ഗാസയിലെ ഓരോ കുഞ്ഞും ഞങ്ങളുടെ ശത്രുക്കളാണ്. ഗാസ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ അത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഗാസൻ വംശജരായ ഒരു കുട്ടിയെ പോലും ഞങ്ങൾ ബാക്കി വെക്കില്ല. അതിലും വലിയ വിജയം വേറെ നേടാനുമില്ല.